ദിലീപേട്ടൻ എന്ന ഞങ്ങളുടെ ഈ ഷോയിലേക്ക് പുട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. പുതിയ പ്രയോഗമുള്ള ദിലീപേട്ടൻ അല്ല, കാരണം പുട്ടെന്ന് കേൾക്കുമ്പോ എനിക്കൊന്ന് ലോക മലയാളികളുടെ മനസ്സിലേക്ക് നമുക്ക് ദിലീപേട്ടന്റെ മുഖമാണ് ഇങ്ങനെ ഓർമ്മ കടന്നിങ്ങനെ ചാടിക്കേറി വരുന്ന ദിലീപേട്ടന്റെ മുഖമാണ്. ശരിക്കും പുട്ടില് എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. വെറുതെ കാണുന്ന അല്ലാതെ ദിലീപ്സ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് എന്റർടൈൻമെന്റ്സ് എന്നുള്ള സാധനമുണ്ട്. അതാണല്ലേ ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ അതേന്നേ ഒന്ന് നോക്കൂന്നേ അല്ലല്ലേ, ഇതൊരു ബ്രാൻഡഡ് DHC ആണ്. അതാണ് കേട്ടോ, ആ ബ്രാൻഡാണ് ആ എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാര്യം എത്രയോ നാളുകളായിട്ട് എനിക്കൊന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയ തൊട്ട് ഏറ്റവും കൂടുതൽ അവര് ട്രാക്ക് ചെയ്യാൻ നോക്കിയിട്ടുള്ള ദിലീപേട്ടനെയാണ്. പിന്നെ ദിലീപേട്ടനെ പിടി തരുന്നില്ല ദിലീപേട്ടൻ ഞങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ ഇവിടെ നിന്ന് നിരന്തരം മെസ്സേജ് അയക്കുക, ശല്യം ചെയ്യുക, ദിലീപേട്ടൻ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നാണ് തങ്കമണി റിലീസ് ആവാനിരിക്കുന്ന ഈ ഒരു വളരെ ഹാപ്പി മൊമെന്റിലാണ് ദിലീപേട്ടൻ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ആദ്യം തന്നെ പറയണം, നമ്മൾ കൊച്ചിയിലുള്ള ദിലീപേട്ടന്റെ പുട്ടിന്റെ ഔട്ട്ലെറ്റിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. സോ ഈ ഒരു എനിക്ക് തോന്നുന്നു പുട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. തീർച്ചയായിട്ടും അല്ലെ ദിലീപേട്ട, തങ്കമണിനെ പറ്റി ഒന്ന് നമുക്കറിയണം. തങ്കമണി ഒരു പെണ്ണിന്റെ പേരല്ല. അല്ല അല്ല, അത് പിന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ കേട്ടോ വിചാരിച്ചു, ഇനി ദിലീപേട്ടന്റെ ക്യാരക്ടറിന്റെ വട്ടപ്പേരാണോ ലേഡി അങ്ങനെയൊക്കെ വിചാരിച്ചു. കേരള സമൂഹത്തിന് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പേര് തന്നെയാണ് തങ്കമണി. അത് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്തുള്ള തങ്കമണി നല്ലൊരു ഗ്രാമമാണ്. 1986 ആ ഗ്രാമം ഒരു രാത്രിയിൽ അനുഭവിച്ച വേദനയാണ് സത്യത്തിൽ ഈ സിനിമയിലൂടെ പറയുന്നത്. ഇതൊക്കെ ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞു. ഇത് ഈ 1986 ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയം. അപ്പോൾ നമുക്ക് കട്ടപ്പന എന്ന് പറഞ്ഞാൽ വളരെ ദൂരമുള്ളൊരു സ്ഥലമാണ്. കാരണം നമ്മൾ ഈ ഇട്ടപ്പെട്ട ചുറ്റുവട്ടത്ത് നടക്കുക എന്നല്ലാതെ നമുക്കങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്നൊരവസ്ഥയിലൊന്നും ആയിരുന്നില്ല എന്നത്. നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളത് മാത്രമായിരുന്നു. മറ്റൊക്കെ കേട്ടറിവുകളും പത്രത്തിൽ കാണുക എന്നൊക്കെ ഉള്ളതുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ തങ്കമണിയെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. ശരിക്കും അന്നത്തെ തങ്കമണിയിൽ നിന്ന് ഇപ്പോൾ ഉള്ള തങ്കമണിയിലേക്കുള്ള അവരുടെ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ. അവിടെ നിന്ന് ശരിക്കും തല്ലി തകർത്ത് തവിടുകൂടിയാക്കി ഒരു തങ്കമണി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത്, അവിടെ നിന്ന് ഒരു വളർച്ചയിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ആ നാട്ടിലെ ജനങ്ങളോട് നമുക്ക് പ്രത്യേക ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നുകയെന്ന് പറയില്ലേ. അവിടെ ഇപ്പോഴും അന്നുണ്ടായിരുന്ന ഇത് ഫേസ് ചെയ്ത ആൾക്കാരുടെ അവരും അവരുടെ തലമുറകളും ഒക്കെ ഉണ്ട് ഇപ്പോൾ. മനസ്സിലായി? ഒരു ആബേൽ ജോഷോമാത്ത് എന്ന് പറഞ്ഞ ആളുടെ രീതിയിലുള്ള ഒരു അയാളുടെ ലവ് സ്റ്റോറിയും അയാളുടെ സൗഹൃദങ്ങളും അതിലൂടെയാണ് നമ്മൾ തങ്കമണിയെ കുറിച്ച് പറയുന്നത്. തങ്കമണി അതാണ്. ദിലീപേട്ട ആദ്യത്തെ പുട്ടിലെ ഒരു ഐറ്റം ഇവിടെ എത്തി. ദിലീപേട്ട ഐസ്ഡ് ടീ ആണ് കേട്ടോ. ദിലീപേട്ട ചിയേഴ്സ് പറയാൻ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ചെറുതായിട്ട് ഇത് വേറെ ഒന്നും അല്ലട്ടാ. ഒന്നുമില്ല, ഇതിനകത്ത് അതൊന്നുമില്ല, ഒരു സാധനമില്ല, വെറുതെ ഒരു ചിയേഴ്സ്. പറയാതിരിക്കാൻ വയ്യ. ഈ ചൂടുള്ള സമയത്ത് ഇത് കഴിച്ചപ്പോ നമുക്ക് ഇറങ്ങിപ്പോകുന്ന അറിയുന്നില്ലേ. അതാണ് എന്റെ ഒരു സുഖം. എനിക്ക് തോന്നുന്നു ലെമണിന്റെയും ആ മിന്റിന്റെയും എസൻസ് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ദിലീപേട്ടൻ. പിന്നെ ഒരു ചെറി വെച്ചിട്ടുണ്ട്. നല്ല എന്താ പറയാ, ദിലീപേട്ടൻ പറഞ്ഞാലും നല്ല ഈ ഒരു ക്ലൈമറ്റിന് ദി ബെസ്റ്റ് ഡ്രിങ്ക് ഇതായിരിക്കും. വന്ന് കേറിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഓർഡർ ചെയ്യാം. ഐസ്ഡ് ടീ ആണ്. സോ നിറയെ ഐസ് ക്യൂബ്സ് ഒക്കെ പൊട്ടിച്ചിട്ട് ദിലീപേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഇറങ്ങി സിപ്പ് ചെയ്ത് നമുക്ക് ഒരു സുഖം കിട്ടൂല, ഇങ്ങനെ അറിയാൻ പറ്റുന്നത് ആണ്. കുളിർമ. ദിലീപേട്ടൻ ഈ പറയുമ്പോ എന്നെ കണ്ടാൽ എന്താണ് ഡയറ്റ് മന്ത്രം പറഞ്ഞ എന്നോട് പറയണം പ്ലീസ്. എന്താണ് ഈ ഇത്രയും സൗന്ദര്യം, ഇത്രയും ചെറുപ്പം കാത്തു സൂക്ഷിക്കേണ്ട ആ എലിമെന്റ് എന്താണ്? എങ്ങനെയാണ് ഹൗസ് ഓഫ് ഡയറ്റ് എങ്ങനെയാ ദിലീപേട്ടന്റെ? അയ്യോ അങ്ങനെയൊന്നുമില്ല. അയ്യോ ഒന്നുമില്ല, ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് നമ്മളിങ്ങനെ വളരെ കൂളായിരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വന്നു കയറുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രക്രിയയുടെ ഫലമായിട്ടൊക്കെയാണ് ഇങ്ങനെ. അല്ല, എന്നാലും രാവിലെ എന്തായിരിക്കും ദിലീപേട്ടൻ കഴിക്കുന്നത് പൊതുവെ? ഇപ്പൊ വീട്ടിലുള്ള ഒരു ദിവസം ഞാൻ സാധാരണ പോലെ പുട്ട്, കടല, അല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ, ആവിയിലൊക്കെ കുക്ക് ചെയ്തത് കൂടുതലും നമ്മള് എല്ലാവരും പറഞ്ഞില്ലേ. പിന്നെ അതുപോലെ ചില ദിവസങ്ങളിൽ പഴങ്കഞ്ഞൊക്കെ എടുത്ത് കുടിക്കും. ആണല്ലേ? കാരണം ഏറ്റവും നല്ലത് അതല്ലേ. ഉച്ചയാകുമ്പോൾ ചോറ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ, അതോ ചപ്പാത്തി ആൾട്ടർനേറ്റീവ് ആയിട്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ചോറ് വേണം. അതിപ്പോ ഇപ്പൊ കുറച്ചേ കഴിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ കേരളത്തിലെ ആളുകൾ എപ്പോഴും ചോറിനാണുള്ള പ്രാധാന്യം കൊടുക്കുക.
എല്ലാവരും പറയണ ഇപ്പോൾ ഡയറ്റീഷ്യനോ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള ആൾക്കാർ പറയുന്നത് നിങ്ങൾ പച്ചക്കറികൾ കൂടുതൽ കഴിക്കൂ, അല്ലെങ്കിൽ ഫിഷോ ചിക്കനോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കൂ എന്ന് വെച്ചാൽ പ്രോട്ടീൻസിന് പ്രാധാന്യം കൊടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കാബ്സ് കട്ട് ചെയ്തിട്ട് ഉള്ള ഇത് ചെയ്യാൻ പറ്റൂല. നമുക്ക് ഭയങ്കര ടയറിംഗ് ആയിട്ടൊക്കെ തോന്നും. അപ്പൊ നമ്മൾ ഭയങ്കര ഇതാവും. അത് ചോറ് ഇത്തിരി വേണം, ചോറ് നമുക്ക് വേണം, ഇച്ചിരി വേണം, അത് വേണം. ഇച്ചിരി മീൻകറിയും കൂടെ ഒക്കെ ആണെങ്കിൽ ചില ദിവസങ്ങൾ ഞാനങ്ങനെ ഫുൾ ടൈം നോൺ വെജ് ഒന്നും അല്ല, ആഴ്ചയിൽ 4 ദിവസമൊക്കെ ചിലപ്പോ വെജ് ഒക്കെയാണ്, അങ്ങനെയൊക്കെ പോകുന്നത്. എന്നാലും കാവ്യ ശേഷിക്കാരുടെ നീലേശ്വരം ആയതുകൊണ്ട് അവിടുത്തെ ഏതെങ്കിലും തനതായിട്ടുള്ള നോൺ വെജോ വെജോ ദിലീപേട്ടന് അല്ല, ആള് നേരത്തെ വരുന്ന സമയത്ത് അങ്ങനെ കറികളൊന്നും അല്ല, പക്ഷെ ഇപ്പൊ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഉണ്ടാക്കി തരാം, നല്ല ടേസ്റ്റും. എന്നോട് പറഞ്ഞ സദ്യ പോലെ ഫുൾ ഓണത്തിനൊക്കെ സദ്യ പോലെ. ആ കോവിഡ് സമയത്തൊക്കെ ശരിക്കും ആ സമയത്ത് നമ്മള് 10-13 പേർക്ക് ആള് ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു അറിയില്ലേ. ഇനി സ്റ്റാർട്ടറിന്റെ വരവാണ് ദിലീപേട്ട. നമ്മൾ ഐസ്ഡ് ടീ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഐസ് ടീ ഇടയ്ക്കിടയ്ക്ക് ഐസ് ടീ കുടിക്കാം. ഇത് ദിലീപേട്ട ഇത് എനിക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം ഞാനും എന്റെ കെട്ടിയവനും ഇവിടുത്തെ സ്ഥിരം കടികളാണ്. അതുകൊണ്ട് ഈ മൊത്തം ലിസ്റ്റ് ഞങ്ങൾക്കറിയാം. ചിക്കൻ ടെമ്പൂറയാണ് ഇവിടുത്തെ സ്റ്റാർട്ടറിൽ. ദിലീപേട്ട എന്റെ വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റ് ഹിയർ ഇൻ ദേപ്പുട്ട്, ചിക്കൻ ടെമ്പൂറ. ദിലീപേട്ടൻ ഇവിടുത്തെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം. ഇന്ന് ഞാൻ ചിക്കൻ ടെമ്പൂറ കഴിക്കുന്നില്ല, കാരണം ഞാൻ ഇന്ന് വെജാണ്. അതുകൊണ്ട് വെജാണ് ഞാൻ. ചിക്കൻ ടെമ്പൂറ കഴിച്ചു, ഞാൻ അതും കൂടെ കഴിക്കേണ്ടി വരുമല്ലോ. കഴിച്ചു, ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു, സോസേജ് കിട്ടും. ഞാൻ സ്ഥിരം ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. എറണാകുളം ഭാഗത്തുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ഊണ് ഞാൻ ഇവിടുന്ന് തന്നെയാണ്. കാരണം നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണം, പിന്നെ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചു നോക്കും, ഇവിടെ എന്താ സംഭവിക്കണെന്നും കൂടി നമ്മൾ അറിയണമല്ലോ, നമ്മൾ ഉത്തരം പറയണമല്ലോ. അതുകൊണ്ട് ഈ വെജ് എങ്ങനെ എന്തെങ്കിലും റിച്വൽ ആയിട്ട് എടുക്കുന്നതാണോ അതോ ഇടയ്ക്കിടയ്ക്ക്? കുറച്ച് നാളായിട്ട് അങ്ങനെയാണ്. അത് ചില ദിവസങ്ങളിൽ വെജ് മാത്രമേ ഉള്ളൂ, വെജേ കഴിക്കാറുള്ളൂ. ഞാൻ കഴിക്കുന്നോണ്ട് ദിലീപേട്ടന് ഒരു പ്രശ്നമില്ല. അതല്ലേ, നമ്മൾ കഴിക്കണം, നിങ്ങൾ കഴിച്ചാലേ നമുക്ക് സന്തോഷമാവുള്ളൂ. ഇത് കഴിഞ്ഞ ബില്ലൊക്കെ തരണ്ടല്ലേ എനിക്ക്. അയ്യോ ഞാനാണെങ്കിൽ പൈസ കൊടുത്തിട്ടില്ല. അല്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇപ്പൊ ഗൂഗിൾ പേ ഒക്കെ കൊള്ളല്ലേ, പേഴ്സിലൊക്കെ എന്തിരിക്കണം. ദിലീപേട്ടന്റെ ഇപ്പോഴും വന്നാലും കാണുന്ന ഒരു പടമുണ്ട്, മീനത്തിൽ താലികെട്ട്. എനിക്ക് എന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ, ഭയങ്കര ലൈറ്റ് ഒരു കോമഡി, അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഫാമിലി ഇമോഷൻസ്. അന്ന് നമ്മള് ഞാനിങ്ങനെ ഉണ്ടാക്കിയ ഒരു തമിഴ് പടം കണ്ടപ്പോൾ കിട്ടിയ ഒരു ത്രെഡാണത്. അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് കോർത്ത് എൻ്റെ ഫസ്റ്റ് ഹാഫ് ഫുൾ നമ്മളിങ്ങനെ എന്നെ ഒരു ഇതുണ്ടാക്കി. സെക്കൻഡ് ഹാഫ് പിന്നെ ലാൽ ജോസും ഞാൻ ഓടിയാണ് അത് ഫുള്ളായിട്ട് എഴുതിയത്. AK സാജൻ AK സന്തോഷാണ്. രസമായിട്ട് എനിക്ക് അതിനകത്ത് ഒരുപാട് ഡയലോഗ് അവരെ എഴുതിയത് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ വൺ ലൈൻ പോലെ ഒരു സാധനം ഉണ്ടാക്കുന്നതിനേക്കാളും ഡയലോഗ്സ് എഴുതുന്ന വേറൊരു കലയാണല്ലോ. ഞാനിങ്ങനെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയിട്ട് ആണല്ലോ, മറ്റേ അയാളുടെ പെങ്ങളെയും കല്യാണം കഴിച്ചുകൊണ്ട് മറ്റേ വരികയാണല്ലോ. വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ അമ്പിളിച്ചേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പുള്ളി മാഷാണല്ലോ, ഇങ്ങനെ മാഷേ എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത്, അത് നീ പട്ടാളത്തിലൊന്നും അല്ലല്ലോ ലീവ് എടുത്ത് വീട്ടിൽ പോവാൻ, ഡാം അതിലൊന്നും ചാടിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന